വീണ്ടും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. സംസ്ഥാനത്തെ സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ അപേക്ഷകൾ ഇന്നു മുതൽ സ്വീകരിച്ചു തുടങ്ങും. നിലവിൽ സംസ്ഥാനത്തെ മറ്റ് സാമൂഹിക ക്ഷേമ പദ്ധതികളുടെയോ പെൻഷനുകളുടെയോ ഗുണഭോക്താക്കൾക്കല്ലാത്ത അർഹരായ സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം ലഭ്യമാക്കുന്നതാണ് പദ്ധതി. വെബ്സൈറ്റ് മുഖേന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. കേരളത്തിൽ സ്ഥിരതാമസക്കാരായ 35-നും 60-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് ട്രാൻസ് വുമൻ വിഭാഗത്തിൽപ്പെട്ടവർക്കുമാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലോ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലോ സർവകലാശാലകളിലോ സ്ഥിരമായോ കരാർ അടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്നവരെ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ അപേക്ഷകൾ ഇന്നു മുതൽ സ്വീകരിച്ചു തുടങ്ങും. ചില മാനദണ്ഡങ്ങളുണ്ട്, ശ്രദ്ധിക്കുക. നിലവിൽ സംസ്ഥാനത്തെ മറ്റ് സാമൂഹിക ക്ഷേമ പദ്ധതികളുടെയോ പെൻഷനുകളുടെയോ ഗുണഭോക്താക്കൾക്കല്ലാത്ത അർഹരായ സ്ത്രീകളിലേക്കാണ് സർക്കാരിന്റെ സ്ത്രീ സുരക്ഷാ പദ്ധതി എത്താൻ പോകുന്നത്. പ്രതിമാസം 1000 രൂപ ധനസഹായം ലഭിക്കുമെന്നതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത. വെബ്സൈറ്റ് മുഖേന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് സെക്രട്ടറിമാർക്കാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. കേരളത്തിൽ സ്ഥിര താമസക്കാരായ 35-നും 60-നും ഇടയിൽ പ്രായം ഒന്നും കൂടെ സൂചിപ്പിക്കാം. 35-നും 60-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കും ട്രാൻസ് വുമൻ വിഭാഗത്തിൽപ്പെട്ടവർക്കുമാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. കേന്ദ്ര സ്ഥാപനങ്ങളിലോ അല്ലാതെ കേന്ദ്ര സർക്കാരിന്റെ സർവീസുകളിലോ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലോ സർവകലാശാലകളിലോ സ്ഥിരമായോ കരാർ അടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്നവരെ ഈ പദ്ധതിയിൽ നിന്നും പൂർണ്ണമായും ഈ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അർഹരായ സ്ത്രീകളിലേക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി സർക്കാർ എത്തിക്കാൻ പോകുന്നുണ്ട്. അതിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, സ്ഥാപനങ്ങളിലാവട്ടെ അല്ലെങ്കിൽ സർക്കാരുടെ സ്ഥിരം ജീവനക്കാരാവട്ടെ, കരാർ അടിസ്ഥാനത്തിലോ അല്ലാതെയോ ജോലി ചെയ്യുന്നവർ ഈ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. 35-നും 60-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കും ട്രാൻസ് വുമൺ വിഭാഗത്തിൽപ്പെട്ടവർക്കുമാണ് ഈ ഒരു പദ്ധതി. ഈ പദ്ധതിയിൽ അർഹരായവർ ഇവരാണ്. 35-നും 60-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളും ട്രാൻസ് വുമൺ വിഭാഗത്തിൽപ്പെട്ടവരുമാണ് ഇവർ. സർക്കാർ സ്ഥാപനങ്ങളിലൊന്നും ജോലി ചെയ്യാൻ പാടില്ല എന്നൊരു വ്യവസ്ഥ കൂടിയുണ്ട്.